ഹരിയുടെ കൂടെ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് ആ കുഞ്ഞിനെ അറിയാം. നല്ല പയ്യനാ. അതുകൊണ്ടാ ഞാൻ തന്നെ ഇത്രയും താല്പര്യമെടുത്ത് ഈ കാര്യം പറയുന്നത്. അയ്യോ, അതിനെന്താ ചിറ്റമ്മേ, കൊള്ളാവുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ആലോചിക്കാമല്ലോ. സേതുവട്ടം വരട്ടെ, അച്ഛനോടും പറയാം. പത്മനാഭൻ ചേട്ടനോട് ഞാൻ തന്നെ പറയാം. അതിനു മുൻപ് നീ സീതയെ വിളിച്ച് ഇണക്കത്തിന് നീ സേതുവും കൂടെ ചോദിക്കും. അവരുടെ മനസ്സോടെ അറിയണമല്ലോ. ശരി. ഹരി, കല്യാണം ആലോചിച്ചെന്ന് വെച്ചേ വീട്ടിലോട്ട് വിളിപ്പിക്കാതെ ബാങ്കിലോട്ട് വരാൻ പറഞ്ഞ എന്തിനാ? അല്ലിപ്പൊളിയാക്കോ? ഏതായാലും നനഞ്ഞു. എന്നാ പിന്നെ കുളിച്ച് കയറാം. നമുക്ക് വരി നടത്തി വെച്ച് കാണാം. ആ, ഹരി കുറച്ചു നേരം പുറത്തു നിൽക്കും. ഞാൻ അദ്ദേഹത്തോടും സംസാരിക്കാം. ഞാൻ പറഞ്ഞേക്കാം. നന്ദകുമാർ ഇരിക്കും. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇരിക്കണം. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനും അമ്മയും. ചേച്ചി ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ആട്ടെ, എത്ര ദിവസം കൂടെ ഉണ്ടാവും ഇവിടെ? അല്ല, അത് ഞാൻ ഉടനെ പോവും. ഓഫീസില് ജോയിൻ ചെയ്യേണ്ടതാണല്ലോ. ഓ, ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള ജോയിനിങ് ബാക്ക് അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ വളച്ചൊടിക്കാതെ ഒറ്റ വാക്കിൽ മറുപടി പറയാമോ? നിങ്ങൾക്ക് സീത ഇഷ്ടമാണോ? അത് I want a definite, precise answer in a single word. Say yes or no. പറയൂ. അതെ. എങ്കിൽ പിന്നെ അക്കാര്യം ആണുങ്ങളെ പോലെ ചുണയോടെ ഞങ്ങളുടെ അടുത്തൊന്നും പറയണ്ടേ? ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞ് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, അത് പിന്നെ ഇതിനു മുമ്പ് കല്യാണം കഴിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ്. I like your smartness. താങ്ക് യു. സീതയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷവും. സീത പഠിക്കാണ്. പരീക്ഷയ്ക്കിന് കുറച്ച് ദിവസമുള്ളൂ. അത് കഴിഞ്ഞിട്ട് മതിയെന്നാണ് ഞങ്ങൾ. ഇഷ്ടം പോലെ. പിന്നെ കല്യാണത്തിന് മുമ്പുള്ള റൊമാൻസ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു രസമാണ്. ബട്ട് ബി വിത്തിൻ ലിമിറ്റ്. അയ്യോ, അത് പിന്നെ പറഞ്ഞിട്ട് വേണോ? നന്ദുവിന്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോട് നന്ദു നീതി കാണിക്കും, ഇല്ലേ? തീർച്ചയായും. ഗുഡ് ലക്ക്. താങ്ക് യു. Yes, what do you want? നീ എന്തോന്നടാ ഈ പറയുന്നത്? നിനക്ക് വേണ്ടി ഞാൻ എത്ര നേരം ഇവിടെ കാത്തു നിൽക്കുന്നതെന്ന് അറിയാം. ഇത് ഞാനാണടാ ഹരി. Yes. ഓയരി എന്തായാലും Success. എന്നോട് ഞാൻ എന്ത് പറയാനാണ് ചേച്ചി? അങ്ങനെയല്ല, നീ പറയണം. നിന്റെ മനസ്സ് പോലെ ഞങ്ങൾ എന്തും തീരുമാനിക്കൂ. ഹരിയുടെ അമ്മ ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നപ്പോ ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. ചെറുപ്പത്തിന്റെ ചില്ലറ തമാശകളല്ലാതെ നന്ദകുമാറിനെ കുറിച്ച് ഒന്നും എതിരായിട്ട് പറയാനില്ല. ഈസ് എ വെരി ഡീസന്റ് ബോയ്. ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയാൻ, അല്ലെങ്കിൽ അല്ലെന്ന് പറയാൻ എന്തിനാ സീത മടിക്കുന്നത്? നിന്റെ ചേച്ചിയുടെ ചേട്ടന്റെ അടുത്തല്ലേ? പറയൂ സീത. എനിക്ക് ഇഷ്ടമാണ് ചേച്ചി. നേരത്തെ പറഞ്ഞ പോലെ. കേട്ടോ നിർമ്മലേ, എന്റെ ബലമായ സംശയം ഇത് നന്ദുവും സീതയും കൂടെയുള്ള ഒരു ഒത്തുകളിയാണെന്ന്. ചുമ്മാ ഇരു ചേട്ടാ. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ലാതെ നന്ദു കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ലീവ് എടുത്ത് ഇവിടെ കറങ്ങി നടക്കുമോ? അത് ശരിയാണല്ലോ. അയ്യോ, ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം പോലും അല്ല. എന്നിട്ട് നന്ദു പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ആണോ സീത? അല്ല ചേച്ചി, സേതുവേട്ട എന്നെ കളിയാക്കാൻ വേണ്ടി വെറുതെ പറയാ. കാര്യമൊക്കെ ശരി. കല്യാണം ഒന്നും ചെയ്തു. നന്ദുവിന് ജോലി സിറ്റിയില, നീ അവിടെ ഹോസ്റ്റലിൽ. വല്ലപ്പോഴൊക്കെ നന്ദു നിന്നെ കാണാമെന്നു വരും. കാണരുതെന്ന് ഞാൻ പറയുന്നില്ല. ബീച്ചിലേക്കോ പാർക്കിലേക്കോ ഒക്കെ വിളിച്ചാ പോകരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനപ്പുറം ചുമ്മാതിരിക്കും സേതുവേട്ട. എന്താ? സീത ഒന്ന് കാണണം. ഇരിക്കൂ, വിളിക്കാം.
വരൂ. സീത ഇരിക്കൂ. അത്രയ്ക്ക് വിനയൊന്നും കാണിക്കണ്ട കേട്ടോ. ഇരിക്കൂ. ഇരിക്കുന്നേ. ഞാനൊരു പരമ ബോർനാണെന്നായിരിക്കും സീത ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? കുറെയൊക്കെ വാസ്തവാണ്. സാമാന്യം നല്ലൊരു ബോറൻ തന്നെ ഞാൻ. ബട്ട് ഒക്കേഷണലി പാവമാണ്, പ്രത്യേകിച്ചും സീതയുടെ മുന്നിൽ. ആട്ടെ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ എന്തൊക്കെ കൽപ്പനകളാണ് പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളത്? ഞാനിവിടെ കാണാൻ വന്നാൽ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നാൽ തലയാട്ടിയോ ചിരിക്കോ അല്ലാതെ ഒരൊറ്റ അക്ഷരം പോലും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? സപ്പോസ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഞാൻ വിളിക്കുന്നു, വരാൻ അനുവാദമുണ്ടോ? വന്നാൽ തന്നെ എവിടേക്കാ പോവാന്ന്? ബീച്ചിൽ, പാർക്കിൽ, കോഫി ഹൗസിൽ, സിനിമാ തിയേറ്ററിൽ, and അല്ല, എവിടം വരെയാണ് സ്വാതന്ത്ര്യം അനുഭവിച്ചു തന്നിട്ടുള്ളതെന്ന് അറിയാമല്ലോ എന്ന് കരുതി ചോദിക്കുന്നതാണ്. സീതയുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നാൽ ഒരായുസ് മുഴുവൻ കടന്നുപോയാലും ഞാൻ അറിയില്ല. ഇത് ഇത്രയും നേരം ലാത്തി അടിച്ചിരുന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് പുറത്തേക്ക് വാ. കോഫി ഹൗസിൽ പോയി ഒരേ കാപ്പ് കുടിക്കാം, ഒന്നെ തിരിച്ചുകൊണ്ടാക്കുകയും ചെയ്യാം. ഓടിസേ. ശനിയാഴ്ച ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്, അങ്ങോട്ട് വരൂ. എന്റെ കൈകൊണ്ടുണ്ടാക്കിയ കാപ്പി തരാം. റിയലി? സോണിക്കുട്ടിക്ക് 3 വയസ്സല്ലേ ആയുള്ളൂ. കുട്ടികൾ തമ്മിൽ 4-5 വർഷത്തെ ഗ്യാപ്പ് ഉള്ളത് കുട്ടികൾക്കും നല്ലതാണ്, അമ്മമാർക്കും നല്ലതാണ്. ഞാനിത് എല്ലാവരോടും പറയാറുള്ളതാ. പക്ഷേ കഴിഞ്ഞ ഡെലിവറി സമയത്ത് ഞാനിത് പറഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? വെറുതെ ഒന്ന് ഓർമ്മപ്പെടുത്താനാ, അറ്റ്ലീസ്റ്റ് ഫോർ ഫ്യൂച്ചർ ഗൈഡൻസ്. ഫോർച്ചുനേറ്റ്ലി വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും കാണുന്നില്ല, പേടിക്കാനൊന്നുമില്ല. പക്ഷേ മരുന്നുകളൊക്കെ കൃത്യമായി കഴിക്കണം കേട്ടോ. ആ, കല്യാണമൊക്കെ എവിടം വരെ ആയി? 21st അതെ. ആ, ഞാൻ വരും, തീർച്ചയായിട്ടും വരും. 2-3 നേരം പായസമൊക്കെ കാണൂല്ലേ? ഓ, എനിക്കാണെങ്കിൽ ഇത്രയും ഇഷ്ടമുള്ള ഒരു സാധനം വേറൊന്നില്ല. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അച്ഛന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയണം. പറയാം. വരട്ടെ. ഓക്കെ. ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? വീണ്ടും ഇത്ര പെട്ടെന്ന് ആവേണ്ടിയില്ലായിരുന്നു. അതെ, ഡോക്ടർ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട്. അല്ല പിന്നെ ഇതൊക്കെ ഇന്നപ്പോ വേണമെന്നും ഇന്നപ്പോ വേണ്ടെന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളും മറ്റും ആണോ വെച്ച്? ഞാൻ നമ്മുടെ ഓരോ ഗതികേട് ആലോചിക്കുക. കല്യാണം കഴിഞ്ഞിടയ്ക്ക് എവിടെയെങ്കിലും LFC എടുത്ത് ഒരു ഹണിമൂൺ ട്രിപ്പിന് പോകണമെന്ന് വിചാരിച്ചതായിരുന്നു. അച്ഛനും അനിയത്തി ഒറ്റയ്ക്കാവുമല്ലോ എന്നായിരുന്നു നിർമ്മലയുടെ ഭക്ഷണം. സൗകര്യമായിട്ടൊന്ന് മാറി താമസിക്കാന്ന് വെച്ചാൽ അത് നടക്കണ്ടായി. അപ്പോഴേക്കും സോണിമോളുണ്ടായി. എന്നാ പിന്നെ സീതയുടെ കല്യാണം കഴിഞ്ഞിട്ടാകാം മുൻകാല പ്രാബല്യത്തോടു കൂടി ഒരു മധുവിധു എന്ന് കരുതിയപ്പോ കിടക്കുന്നു. ആരുടെ കുറ്റമാ? അയ്യോ, മോളിപ്പോ ഒറ്റയ്ക്കാണ്, കിട്ടുന്ന ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടാവും. നിർമ്മലക്ക് എല്ലാ കാര്യത്തിലും ആവശ്യത്തിലും കൂടുതലാണ് കൺസേൺ. ഒന്ന് സമാധാനമായിട്ടിരുന്നേ. ഹരിയുടെ അമ്മ പരിചയമില്ലാത്ത ആളോ മറ്റോ ആണ്.
അമ്മേ ഓ എന്റെ നിർമ്മലേ, നിങ്ങൾ പോയേ പിന്നുണ്ടല്ലോ ഇവളെന്നെ നിലത്ത് നിർത്തിയിട്ടില്ല. മുത്തശ്ശി മുത്തശ്ശി എന്നും പറഞ്ഞ് കയ്യെ തൂങ്ങിക്കൊണ്ട് ഈ പറമ്പായ പറമ്പ് മുഴുവൻ നടത്തലായിരുന്നു. പിന്നെ ദേവൻ വന്ന് ഈ കുന്ത്രാണ്ട് എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോഴാ ഒന്ന് അടങ്ങിയത്. വീട്ടിലേക്ക് കയറുന്നില്ലേ മോനെ? ഇല്ല, ഞങ്ങൾ ചെന്നിട്ട് വേണം ഇൻവിറ്റേഷനിലേക്ക് അഡ്രസ് ചെയ്ത്. അച്ഛൻ കാത്തിരിക്കുക. ഓ പറഞ്ഞ പോലെ കല്യാണം ഇങ്ങനെ നടത്തല്ലോ. പത്മനാഭൻ ചേട്ടൻ ഇപ്പൊ ഇരിക്കപ്രതി ഉണ്ടാവില്ല. ഇനി ഒരു കല്യാണം നടത്താനാണെങ്കിൽ സോണിമോള് വലുതായിട്ട് വേണ്ടേ? മോളെ നമുക്ക് കിടക്കാം. സോണിക്കുട്ടി അച്ഛന്റെ അടുത്താണോ കിടക്കുന്നേ, അമ്മയുടെ അടുത്താണോ കിടക്കുന്നേ? ഞാനേ എന്റെ പേര് നടുക്കാ കിടക്കുന്ന. യവനൊരു നാണോ ഇല്ലല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അല്ല, കല്യാണത്തിന് ഇനി ഇത്രയും ദിവസങ്ങളേ ഉള്ളൂ. കല്യാണ പെണ്ണിന്റെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ഇടിച്ച് കയറുക എന്ന് വെച്ചാൽ ആ നാണക്കേടെ ഞാനങ്ങ് സഹിച്ചു ഇല്ലേ മോളെ? ആ പിന്നെ നന്ദു വന്നത് ഏതായാലും നന്നായി. ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാനിരിക്കായിരുന്നു. എന്താ? 18-ാം തീയതി സോണിമോളുടെ ബർത്ത്ഡേ ആണ്. നന്ദു വരണം. 21-ാം തീയതി കല്യാണമാണെന്ന് കരുതി ഡെലിക്കസി ഒന്നും വേണ്ട. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഫോർമാലിറ്റിയും വേണ്ട. വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രം. നന്ദി വരണം കേട്ടോ. വരാം. ആ കല്യാണത്തിന് മുമ്പ് ഒന്നുകൂടെ കയറി വരാൻ അവനൊരു ചാൻസ് കൂടെ ആയി. എന്റെ യോഗ. നന്ദു എത്തിയല്ലോ. എന്നാ വൈകുന്നെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. കേട്ടോ, സംഭവമൊക്കെ റെഡിയാണല്ലോ. പിന്നെ ഹായ്, ഹാപ്പി ബർത്ത്ഡേ സോണിമോൻ. താങ്ക് യു അങ്കിൾ. മോളെ ഊതു ഊതു. നമുക്കില്ലേ, അല്ലെങ്കിൽ പറമ്പ് കളിയാ.